ഗസയിൽ ഇന്നും ഫലസ്തീനുകളുടെ ജീവനെടുത്ത് ഇസ്രായേൽ ആക്രമണം. യെല്ലോ ലൈൻ മറികടന്നതിന് ഒരാളെ വെടിവെച്ചു കൊന്നെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിൽ ഇന്ന് 3 തവണ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഒരു മാസത്തിനിടെ 282 തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഗസയ്ക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ സിക്കിം അതിർത്തി തുറന്നതായി ഇസ്രായേൽ അറിയിച്ചു. മുഴുവൻ ബന്ദികളെയും ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയാത്തതിൽ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്ന് ഇസ്രായേൽ പ്രസിഡന്റിനോട് ട്രംപ് അഭ്യർത്ഥിച്ചു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ആദ്യമേ ആക്രമണം ഇതുവരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. ഇന്ന് എന്തൊക്കെയാണ് ഗസയിൽ സംഭവിച്ചത്? ഇതിന്റെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഒക്ടോബർ 10 നിലവിൽ വന്നതാണ് ഈ വെടിനിർത്തൽ കരാർ. ആ കരാർ നിലവിൽ വന്ന 1 മാസവും 2 ദിവസവും പൂർത്തീകരിക്കപ്പെട്ട ഈ സമയത്തും ആക്രമണത്തിൽ കുറവൊന്നുമില്ല. റഫക്ക് നേരെ രാവിലെ ആക്രമണം നടന്നിരുന്നു. ഇപ്പോൾ രാത്രിയിൽ വടക്കൻ ഗസയ്ക്കും മധ്യ ഗസയ്ക്കും നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. വടക്കൻ ഗസയിലെ പല പ്രദേശങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മധ്യ ഗസയിലും ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വെടിനിർത്തലിന്റെ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ഇത്തരമൊരു 2ാം ഘട്ട ചർച്ചയിലേക്ക് പ്രേരിപ്പിക്കാൻ ഉതകുന്ന നടപടികളോ അതുമായി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. കാരണം ഇപ്പോൾ റഫയിൽ യെല്ലോ ലൈനിന് പിറകിലുള്ള ഹമാസിന്റെ തുരങ്കങ്ങളുണ്ട്. അതിലുള്ള 150 മുതൽ 200 വരെ വരുന്ന പോരാളികളുണ്ട്. അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവരെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ ഇസ്രായേൽ തയ്യാറാകണം എന്നൊരു നിർദ്ദേശമാണ് അമേരിക്കൻ നേതൃത്വം, പ്രധാനമായിട്ടും ട്രംപിന്റെ മുഖ്യ ഉപദേശകൻ കൂടിയായിട്ടുള്ള ജറദ് കുഷ്നർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ പ്രതികരണം ഇനിയും വ്യക്തമായിട്ടില്ല. കാരണം ഹമാസിന്റെ പോരാളികളെ ഹമാസിന്റെ നിയന്ത്രിത സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവരെയും തുരങ്കങ്ങളെയും പൂർണ്ണമായും തങ്ങൾ അമർച്ച ചെയ്യുമെന്നൊരു നിലപാടിലാണ് പ്രതിരോധ മന്ത്രി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ 2ാം ഘട്ട ചർച്ച നടക്കണമെങ്കിൽ ഈ 150-ലധികം വരുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇസ്രായേൽ കൈക്കൊള്ളേണ്ടി വരും. അവരെ അമർച്ച ചെയ്യാനാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ഈ പോരാളികളെ കൊലപ്പെടുത്താനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും അത് 2ാം ഘട്ട ചർച്ചകൾക്ക് വലിയ തോതിൽ വിലങ്ങുതടിയാകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗസയിലെ സ്ഥിതിഗതികളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് അയക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സഹായങ്ങളുടെയും എണ്ണം, ട്രക്കുകളുടെ എണ്ണം വളരെ പരിമിതപ്പെട്ട രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിലൊന്നും മധ്യസ്ഥ രാജ്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത ചർച്ചയിലേക്ക് എങ്ങനെ കടക്കും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. പക്ഷേ ഇതുവരെ ട്രംപ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലൊന്നും ട്രംപ് പ്രതികരിക്കുന്നില്ലെങ്കിലും നെതന്യാഹുവിന് വേണ്ടി ട്രംപ് ശബ്ദമുയർത്തുന്നുണ്ട്. ഇസ്രായേൽ പ്രസിഡന്റിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഇതിനകത്ത് നേരത്തെ തന്നെ ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശന വേളയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു നെതന്യാഹുവിന് ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തെ എല്ലാം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. അദ്ദേഹത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള കുരുക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ഇസ്രായേൽ പ്രസിഡന്റിനോട് നേരത്തെ തന്നെ അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെയും മറികടന്നുകൊണ്ട് തങ്ങളുടെ നിയമവ്യവസ്ഥയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം നിരവധി അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാൻ ഒരു രാജ്യം എന്ന നിലയ്ക്ക് തങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതിനെ അട്ടിമറിക്കാനോ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകാനോ തയ്യാറാകുന്നത് നിലവിലുള്ള ഇസ്രായേൽ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന കാര്യം അമേരിക്കയെ അറിയിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും വീണ്ടും നെതന്യാഹുവിന്റെ നിർബന്ധം കാരണമായിരിക്കാം ഇന്ന് ട്രംപ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ഇസ്രായേൽ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണം. അങ്ങനെ നെതന്യാഹുവിന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ മാപ്പ് നൽകണം. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പല അപാകതകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഇസ്രായേലി പൗരനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്രായേലി സന്താനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. അത്തരമൊരു തീരുമാനവുമായിട്ട് ഇസ്രായേൽ ജനത, ഇസ്രായേൽ എന്ന രാജ്യം മുന്നോട്ട് പോകരുതെന്നാണ് ഇപ്പോൾ ട്രംപ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഈ ഒരു പ്രതിസന്ധിയിൽ നെതന്യാഹു ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും
പ്രതിസന്ധിയിലും കുടുങ്ങും. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം വരെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അത്രയും ശക്തമായിട്ടുള്ള തെളിവുകളാണ് നെതന്യാഹുവിനെതിരെയുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടൽ നെതന്യാഹു അഭ്യർത്ഥിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹുവിന് വേണ്ടി ഇന്നിപ്പോൾ ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മാത്രമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനാവില്ല. അത് ഇസ്രായേലി പൊതുസമൂഹവും ഇസ്രായേൽ പാർലമെന്റുമാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന പ്രതികരണമാണ് ഇസ്രായേൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഹെർസോഗ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒട്ടേറെ ഇപ്പം മനുഷ്യരെ കൊല്ലുന്നു, വെടിനിർത്തലിന് ശേഷവും കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു, അത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഇനിയൊരു ചർച്ച ഇല്ലെങ്കിൽ ഇത് നിർത്താൻ നേരത്തെ പറഞ്ഞിരുന്നത് ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ളതായിരുന്നു. അവർക്ക് കണ്ടെത്താവുന്ന അത്രയും മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തി ഹമാസ് നൽകിയിട്ടുമുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള സഹായങ്ങളും അവർക്ക് എക്യുപ്മെന്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് ലഭ്യമാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയും ലഭിക്കുന്നില്ല, ഇല്ലെങ്കിൽ നൽകുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പം റഫ അതിർത്തി ഉൾപ്പെടെ ഇവർക്ക് നൽകേണ്ടിയിരുന്ന സഹായങ്ങൾ മുഴുവൻ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആരൊക്കെ മിണ്ടുന്നുണ്ട് എന്നുള്ളത് പോലും ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരത്തിൽ എത്രത്തോളം സമ്മർദ്ദം ഇസ്രായേലിന്റെ പുറത്ത് ഇനി ചെലുത്താനാകും ഇത്തരം വിഷയങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ ഏറ്റവും ആദ്യ ദിവസം മുതൽ തന്നെ, അതായത് ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന അന്ന് മുതൽ തന്നെ നിത്യവും 600 ട്രക്കുകൾ ഗസയിലേക്ക് വിടണം എന്നാണ് ഈ വെടിനിർത്തൽ കരാറിൽ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ മരുന്നും മറ്റു ഉപകരണങ്ങളും ആശുപത്രികൾക്ക് ലഭ്യമാക്കുക ഉൾപ്പെടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതിനൊക്കെയും കൃത്യമായിട്ടുള്ള ഇടപെടലും പരിഹാരം ഉണ്ടാകുമെന്ന് ഈ വെടിനിർത്തൽ കരാർ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പോലും 100-125 ട്രക്കുകൾക്ക് മാത്രമാണ് നിത്യവും അനുമതി നൽകിയിരിക്കുന്നത്. 10,000-കണക്കിന് ട്രക്കുകൾ ഇപ്പോഴും റഫ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ്. കാരണം റഫ അതിർത്തിയാണ് ഏറ്റവും വലിയ ഗസയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവധമനി തന്നെ. അതുകൊണ്ട് ഈ റഫ അതിർത്തി തുറക്കാതെ ഇത്രയും കൂടുതൽ ട്രക്കുകൾക്ക് അങ്ങോട്ട് എത്താനോ കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കാനോ സാധിക്കുകയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് സിക്കിം അതിർത്തി മാത്രമാണ് ഇന്നിപ്പോൾ തുറന്നിരിക്കുന്നത്. പക്ഷെ അതിലൂടെയും വളരെ പരിമിതമായ തോതിൽ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും അങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്ന പ്രകാരം 16,000 പരിക്ക് പറ്റിയ ഫലസ്തീനികളെ അടിയന്തരമായി തന്നെ ഗസക്ക് പുറത്ത് അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ 16,000-ഓളം വരുന്ന ഫലസ്തീനികൾ നേരിടുന്നത്. അവരെ ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് ലോകാരോഗ്യ സംഘടനയും അതോടൊപ്പം തന്നെ മറ്റ് UN ഏജൻസികളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും അക്കാര്യത്തിൽ ഒരു തീർപ്പും മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടെങ്കിലും ഈ പരിക്ക് പറ്റിയവർക്ക് കൃത്യമായിട്ടുള്ള വൈദ്യ പരിചരണം നൽകാനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു നിലപാട് കൂടി, അതായത് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന ഒരു രീതി, ഇസ്രായേൽ നിലപാടനുസരിച്ച് ഇനിയൊരു വിശ്വാസം, അതായത് ഇസ്രായേൽ വീണ്ടും ആക്രമിക്കില്ലേ എന്നൊരു സംശയം വന്നതുകൊണ്ടാണോ മറ്റ് ആലോചനകളിലേക്ക്, ഇല്ലെങ്കിൽ നേരത്തെ നടത്തിയിരുന്നത് പോലെ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് ഇനി കടക്കുന്ന കാര്യത്തിൽ ഹമാസ് നിലപാടെടുക്കാത്തത്, ഇല്ലെങ്കിൽ പ്രതികരിക്കാത്തത്? എന്താണ് ഹമാസിന്റെ നിലവിലെ നിലപാട്? ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ വെടിനിർത്തൽ കരാറിൽ ഹമാസ് നേരത്തെ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ 90% അവർ പൂർത്തീകരിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ആദ്യ ദിവസം തന്നെ 20 ജീവനോടെയുള്ള ബന്ദികളെ കൈമാറി. തുടർന്ന് 48 മൃതദേഹങ്ങളായിരുന്നു കൈമാറേണ്ടിയിരുന്നത്. അതിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഇനി വെറും 4 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനുള്ളത്. ആ കണ്ടെത്താനുള്ള പ്രക്രിയയും വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വെടിനിർത്തൽ വ്യവസ്ഥകളും തങ്ങൾ പാലിച്ചു എന്നാണ് ഹമാസ് നേതൃത്വം അവകാശപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ഇപ്പോൾ പോലും ഇസ്രായേൽ തയ്യാറല്ല. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ, ഏതാണ്ട് 252 തവണ ഈ ഒരു മാസത്തിനുള്ളിൽ മാത്രം വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ അമേരിക്കയുടെ നിർബന്ധമുണ്ടായിട്ട് പോലും ഒരു തീരുമാനമെടുക്കാൻ ഇസ്രായേൽ നീട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ വംശഹത്യ എന്ന വലിയൊരു പദ്ധതി, ഗസയെ പൂർണ്ണമായിട്ടും സൈനികമായിട്ടുള്ള മേധാവിത്വത്തിൽ കീഴിലാക്കുക എന്ന ഒരു ആ അജണ്ട നടപ്പാക്കാൻ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘനവും അതോടൊപ്പം തന്നെ തുടർ ചർച്ചകളിൽ നിന്നുള്ള പിന്മാറ്റവും ഇസ്രായേൽ നടത്തുന്നത് എന്ന കാര്യം കൂടുതൽ വെളിപ്പെട്ടു വരികയാണ്. ധന്യ.
ശരി MC, നന്ദി. ബാങ്ക് അക്കൗണ്ട് ഉടമകളുടെ വരുമാനത്തെക്കാൾ കൂടുതലുള്ള ഫണ്ടുകൾക്ക് മേൽ നിരീക്ഷണം ശക്തമാക്കി കുവൈത്ത്. കള്ളപ്പണം വെടിപ്പിക്കലും തീവ്രവാദ ധനസഹായവും തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. വ്യക്തിഗത അക്കൗണ്ടുകളിലൂടെയുള്ള പണമിടപാടുകളുടെ നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ് കുവൈറ്റിലെ ബാങ്കുകൾ. വ്യക്തികളുടെ രേഖപ്പെടുത്തിയ വരുമാനത്തെക്കാൾ കൂടുതലായ നിക്ഷേപങ്ങളെയും അസാധാരണമായ പണമിടപാടുകളെയും ലക്ഷ്യമിട്ടാണ് നടപടി. വാംത് പേയ്മെന്റ് ലിങ്കുകൾ പോലെയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വാണിജ്യ ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുക. KYC രേഖകളിൽ വ്യക്തമാക്കിയ വരുമാനത്തോട് പൊരുത്തപ്പെടാത്ത തുകകൾ കണ്ടെത്തിയാൽ ബാങ്കുകൾ അന്വേഷണം ആരംഭിക്കും. അക്കൗണ്ട് ഉടമ തൃപ്തികരമായ വിശദീകരണം നൽകുന്നില്ലെങ്കിൽ കേസ് സാമ്പത്തിക അന്വേഷണ യൂണിറ്റിലേക്ക് റഫർ ചെയ്യുമെന്നും ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചു. വ്യക്തിഗത അക്കൗണ്ടുകൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നും ഇത്തരം ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ മിക്ക ഉപഭോക്താക്കളും ഇപ്പോൾ ഇലക്ട്രോണിക് മാധ്യമം വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാനും ബാങ്കിംഗ് മേഖലയെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വാഹന ഇൻഷുറൻസിനായി അംഗീകൃത കമ്പനികളുടെ പട്ടിക പുറത്തിറക്കി കുവൈത്ത് ഗതാഗത വകുപ്പ്. നിർബന്ധിത ഇൻഷുറൻസ് പോളിസി കുവൈത്തിലെ എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമാണ്. പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് പോളിസികൾ നൽകാനും പുതുക്കാനും അനുമതിയുള്ളൂവെന്ന് വകുപ്പ് വ്യക്തമാക്കി. വാഹന ഉടമകൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും അംഗീകൃത സ്ഥാപനങ്ങളുമായി മാത്രമേ ഇടപാടുകൾ നടത്താനാവുമെന്നും പട്ടികയിൽ ഉൾപ്പെടുത്താത്ത കമ്പനികളിൽ നിന്നുള്ള പോളിസികൾ സാധുവായതല്ലെന്നും ട്രാഫിക് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സർക്കാർ ഏജൻസികളിൽ സ്മാർട്ട് ലൈസൻസ് സംവിധാനം നടപ്പാക്കുന്നത് കുവൈത്ത് നിർബന്ധമാക്കി. സ്മാർട്ട് ലൈസൻസ് ഉപയോഗിച്ച് റെഗുലേറ്ററി അതോറിറ്റികൾക്ക് ബിസിനസ് ലൈസൻസ് വിവരങ്ങൾ ഇലക്ട്രോണിക്കായി പരിശോധിക്കാൻ സാധിക്കും. ബാർകോഡ് അടങ്ങിയ ഈ ലൈസൻസ് സംവിധാനത്തിലൂടെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാവുകയും അനാവശ്യ പ്രക്രിയകൾ ഒഴിവാക്കുകയും ചെയ്യാം. രാജ്യത്തെ സർക്കാർ സേവനങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് തീരുമാനം. കുവൈത്ത് അബ്ദല്ലിയിലെ എണ്ണ ഖനന കേന്ദ്രത്തിൽ ഉണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ സ്വദേശി നടുവിലെപ്പറമ്പിൽ നിഷിൽ സദാനന്ദൻ, കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കാസർഗോഡ് സ്വദേശിയായ ജിജേഷ് കാടപ്പുറം ജഹ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജോലി ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് ഇവർക്ക് പരിക്കേറ്റതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. വിന്റർ സീസണിന്റെ തുടക്കമായതോടെ ഒമാനിലെ മുസന്തത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും ആരംഭിച്ചു. സീസണിലെ ആദ്യ ടൂറിസ്റ്റ് കപ്പൽ തീരത്തെത്തി. 3000-ഓളം സഞ്ചാരികളുമായി ഗസബ് തുറമുഖത്തെത്തിയ കപ്പലിന് ടൂറിസം മന്ത്രാലയം വൻ വരവേൽപ്പാണ് നൽകിയത്. ഒമാനിലെ മുസന്തം ഗവർണറിൽ വിന്റർ സീസണിലെ ആദ്യ ടൂറിസ്റ്റ് കപ്പലിനെ വരവേറ്റ് ടൂറിസം മന്ത്രാലയം. ഗസബ് തുറമുഖത്ത് 2472 സഞ്ചാരികളും 952 ക്രൂ അംഗങ്ങളുമായി എത്തിയ കപ്പലിന് വൻ വരവേൽപ്പാണ് നൽകിയത്. സ്വാഗത ചടങ്ങിൽ നാടൻ കലാപ്രദർശനങ്ങളും പ്രാദേശിക സംരംഭകർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. സഞ്ചാരികൾക്ക് കാഴ്ച ഒരുക്കുന്നതിനൊപ്പം ഗവർണറിലെ സംരംഭകരെ പിന്തുണക്കുകയാണ് പ്രധാന ലക്ഷ്യം. അതേസമയം വിന്റർ സീസണിനായി മുസന്തം ഒരുങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന ഈ 6 മാസ കാലയളവിൽ വിനോദസഞ്ചാരികൾ മുസന്തത്തിന്റെ ഭംഗിയും കാലാവസ്ഥയും ആസ്വദിക്കാനായി ഇവിടേക്ക് ഒഴുകിയെത്തും. ഒമാന്റെ വടക്കേറ്റത്തുള്ള ഉപദ്വീപിന്റെ തനതായ സൗന്ദര്യവും സംസ്കാരവും അനുഭവിക്കാനാവുന്നതാണ് വിന്റർ സീസണിലെ പ്രധാന ആകർഷണം. ഗവർണറേറ്റിലെ 4 വിലായത്തുകൾ, ലിമയിലെ നിയാബത്ത്, കുംസാൻ ഗ്രാമം എന്നിവിടങ്ങളിലായി 60-ലധികം വൈവിധ്യമാർന്ന പരിപാടികൾ ഇപ്രാവശ്യത്തെ സീസണിൽ അരങ്ങേറും. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ ഷെബാര ദ്വീപിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ റിസോർട്ടുകൾ തുറക്കും. ഇടത്തരം വരുമാനക്കാരെ കൂടി ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. അടുത്ത വർഷം അവസാനത്തോടെ ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. മക്കയിലും മദീനയിലും കൂടുതൽ സൗകര്യമുള്ള ഹോട്ടലുകൾ ഒരുക്കും. ചെങ്കടലിലെ ഷൈബാര ദ്വീപിൽ വരും മാസങ്ങളിൽ 10 പുതിയ റിസോർട്ടുകൾ തുറക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ്. റിയാദ് ആതിഥേയത്വം വഹിക്കുന്ന ഐക്യരാഷ്ട്രസഭ ടൂറിസം ഓർഗനൈസേഷൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് പ്രസ്താവന. നിലവിലുള്ള നിരക്കുകളേക്കാൾ കുറഞ്ഞ വാടകയായിരിക്കും പുതിയവയ്ക്ക് ഈടാക്കുക. ഇവയുടെ നിർമ്മാണം 2027 പൂർത്തിയായേക്കും. മധ്യവരുമാന വിഭാഗങ്ങൾക്കും ഉയർന്ന വിഭാഗങ്ങൾക്കും വേണ്ടി ഓപ്ഷനുകൾ വികസിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ട്.
ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 10,000-കണക്കിന് പുതിയ താമസ മുറികൾ ഒരുങ്ങും. ഇതോടെ 2030 ആകുമ്പോഴേക്കും തീർത്ഥാടകരുടെ എണ്ണം 3 കോടിയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് നുസൂക്ക് കാർഡ് നിർബന്ധമാക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി. ജിദ്ദയിൽ നടക്കുന്ന 5ാമത് ഹജ്ജ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹജ്ജ് തീർത്ഥാടകർ ആരോഗ്യ യോഗ്യതാ പരിശോധനയും പൂർത്തിയാക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെ 77 രാജ്യങ്ങളുമായി സൗദി ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. ഹജ്ജ് സമ്മേളനം ഇന്ന് സമാപിക്കും. തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന തിരിച്ചറിയൽ രേഖയാണ് നുസുക്ക്. കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന്റെ വിജയത്തിൽ നുസുക്ക് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിനും ഹറമുകളിലേക്ക് പ്രവേശിക്കുന്നതിനും നുസുക്ക് കാർഡ് നിർബന്ധമാക്കി. ജിദ്ദയിൽ നടന്ന ഹജ്ജ് സമ്മേളനത്തിലാണ് ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയ ഇക്കാര്യം പറഞ്ഞത്. ഹജ്ജ് കാര്യാലയ മേധാവികളുമായുള്ള അർദ്ധവാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100-ലധികം മന്ത്രിമാരും മുഫ്തിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 77 രാജ്യങ്ങളുമായി സൗദി ഇതുവരെ ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. ബാക്കിയുള്ളവ റജബ് 15-ന് മുമ്പ് ഹജ്ജ് കാര്യ ഓഫീസുകൾ കരാറുകൾ പൂർത്തിയാക്കണം. ഓരോ ഉംറ കമ്പനികൾ വിവിധ ഹജ്ജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുക. ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കാറ്ററിങ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷന്, അങ്ങനത്തെ ഉംറ കമ്പനീസ് പുതിയ വർഷത്തേക്കുള്ള ഉംറ കമ്പനീൻ്റെ എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യുക. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് വിസ ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യമായി ആരോഗ്യ യോഗ്യതാ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. 4 ദിവസം നീണ്ട ഹജ്ജ് സമ്മേളനത്തിന് ഇന്ന് സമാപനമാവും. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. ഒമാനിലെ ആദ്യത്തെ കാർ നിർമ്മാണ പ്ലാന്റ് ദോഫാറിൽ വരുന്നു. പദ്ധതി സംബന്ധിച്ച സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യതാ പഠനത്തിന് ധാരണാപത്രം ഒപ്പുവച്ചു. ഒമാനിലെ ദോഫാറിലാണ് രാജ്യത്തെ ആദ്യത്തെ കാർ നിർമ്മാണ പ്ലാന്റ് വരുന്നത്. സലാല ഗ്ലോബൽ സിറ്റി കമ്പനിയും ചൈനയിലെ ജിയാങ്സു ചാങ്ഹോങ് ഇന്റലിജന്റ് എക്യുപ്മെന്റും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. സലാലയിലെ ഫ്രീ സോണിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കാർ ഫാക്ടറി സംബന്ധിച്ച സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യതാ പഠനത്തിനുള്ള ധാരണാപത്രമാണ് ഒപ്പുവെച്ചത്. സലാലയിലെ അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് ഇത് വലിയ സാധ്യതകളാണ് വഴി തുറക്കുന്നത്. ആഗോള വിപണികളിലേക്ക് ഓട്ടോമൊബൈൽ നിർമ്മാണത്തിനും കയറ്റുമതിക്കുമുള്ള ഒരു പ്രാദേശിക കേന്ദ്രം വികസിപ്പിക്കാനാകും. സലാലയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും നൂതനമായ അടിസ്ഥാന സൗകര്യങ്ങളും അതിന് അനുയോജ്യമായ അടിത്തറ നൽകുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നുണ്ട്. ഓട്ടോമോട്ടീവ് ഉൽപ്പാദനത്തിൽ ചൈനയിലെ ഏറ്റവും പ്രമുഖ കമ്പനികളിലൊന്നാണ് ജിയാങ്സു ചാങ്ഹോങ്. BMW, ഫോക്സ് വാഗൺ, ജാഗ്വർ, ലാൻഡ് റോവർ, ഫോർഡ് ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി സഹകരിച്ച് 30 വർഷത്തിലധികമായ അനുഭവ സമ്പത്തും കമ്പനിക്കുണ്ട്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും ബേസ്മെന്റുകൾക്കും പുതിയ നിയന്ത്രണങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 2009-ലെ മന്ത്രിതല പ്രമേയം ഭേദഗതി ചെയ്താണ് പുതിയ പ്രമേയം പുറത്തിറക്കിയത്. റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ ബേസ്മെന്റുകളുടെ നിർമ്മാണത്തിന് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് കുവൈത്ത് മുനിസിപ്പാലിറ്റി. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം പ്ലോട്ടിന്റെ മുഴുവൻ വിസ്തൃതിയിലും ബേസ്മെന്റുകൾ ഉൾപ്പെടുത്താം. എന്നാൽ ബേസ്മെന്റിൽ വാണിജ്യ നിർമ്മാണങ്ങൾ പാടില്ല. ഒന്നിലധികം ബേസ്മെന്റുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ബേസ്മെന്റ് നീന്തൽക്കുളങ്ങൾക്കും വിനോദ ഗെയിമുകൾക്കും വിനിയോഗിക്കാം. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കോ സംഭരണത്തിനോ ബേസ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ, ജനറേറ്റർ കൺട്രോൾ റൂം എന്നിവ ബേസ്മെന്റിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ സർവീസ് ഫ്ലോറിലോ ആയിരിക്കണം. ബേസ്മെന്റിലെ പടികൾ ജനറൽ ഫയർഫോഴ്സ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ബേസ്മെന്റ് ഭാഗം നേരിട്ട് കടകളുമായി ബന്ധിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഒരു ബേസ്മെന്റ് മാത്രമുള്ള കെട്ടിടങ്ങളിൽ അത് പാർക്കിങ്ങിനായി മാത്രമേ ഉപയോഗിക്കാവൂ. സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ബേസ്മെന്റുകൾ ഷെൽട്ടറുകളായും ഉപയോഗിക്കാമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. മീഡിയ 1 കുവൈത്ത്. തലബാത്ത് ആപ്പ് വഴി ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഭക്ഷണ ഡെലിവറികൾ ആരംഭിക്കാനൊരുങ്ങി അബുദാബി. പരീക്ഷണ പറക്കൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ ആദ്യ ഉപഭോക്തൃ ഓർഡർ നൽകാനായേക്കും. തലബാത്ത് ആപ്പ് ഉപയോഗിച്ച് പലചരക്ക് സാധനങ്ങളും ഭക്ഷണവും ഓർഡർ ചെയ്യാമെന്നും ഡ്രോപ്പ് ഓഫ് സ്റ്റേഷനിലേക്ക് ഡ്രോൺ വഴി എത്തിക്കുമെന്നും K2 സ്ട്രാറ്റജി വൈസ് പ്രസിഡന്റ് വലീദ് അൽ ബ്ലൂഷി പറഞ്ഞു. അബുദാബി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നൂതന സാങ്കേതിക കമ്പനിയാണ് K2. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് കുവൈറ്റ് എയർവേസ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് മുന്നറിയിപ്പ്.
വഴിതിരിച്ചുവിടലുകൾ താൽക്കാലികമായിരിക്കുമെന്നും കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഒഴിവാക്കുമെന്നും എയർലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സേവനം നൽകുന്ന എല്ലാ വിമാന കമ്പനികളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയാണെന്നും വ്യക്തമാക്കി. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് ഈ മാസം 14 തുടക്കമാകും. 10+2 പരീക്ഷകളിൽ 90% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് രക്ഷിതാക്കളുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ആദരിക്കുക. വെള്ളിയാഴ്ച ദമാമിലും ശനിയാഴ്ച റിയാദിലുമാണ് വേദി. അടുത്തയാഴ്ച ജിദ്ദയിലും മബ്രൂക്ക് എത്തും. വീണ്ടും വിദ്യാർത്ഥികളുടെ വിജയനേട്ടം സൗദിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മീഡിയ വൺ. വെള്ളിയാഴ്ച ദമാം ലുലുവാണ് മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ വേദി. ശനിയാഴ്ച റിയാദിലെ മലസിലെ ലുലുവും വേദിയാകും. രണ്ടിടങ്ങളിലുമായി 100 കണക്കിന് വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങും. രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. ഇതിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഈ മാസം 21 ജിദ്ദയിലും മബ്രൂക്ക് എത്തും. ഇവിടേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൻ്റെ 3ാം എഡിഷൻ വളരെ വിജയകരമായി UAE പൂർത്തിയായി. 2000-ലധികം വിദ്യാർത്ഥികളും 4000-ലധികം രക്ഷിതാക്കളും 500-ലധികം അധ്യാപകരും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ് UAE പങ്കെടുത്തത്. അതിനെ തുടർന്ന് സലാലയിൽ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അതിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇനി തുടർന്ന് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ ദമാമിലും റിയാദിലും ജിദ്ദയിലും ഈ വരുന്ന ആഴ്ചകളിൽ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് നടക്കും. 3 സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും അക്കാദമിക രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളെ ആദരിക്കും. യാംബുവിൽ ഈ വർഷത്തെ മികച്ച നേതാക്കളെ നേരത്തെ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിലൂടെ ആദരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് പ്രവിശ്യകളിലേക്ക് മബ്രൂക്ക് എത്തുന്നത്. മീഡിയ വൺ, റിയാദ്. ദുബൈയിലെ 2 പുതിയ പാർക്കിംഗ് സോൺ തുറന്നു. സയൻസ് പാർക്ക്, പ്രൊഡക്ഷൻ സിറ്റി എന്നിവിടങ്ങളിലാണ് പുതിയ സോണുകളെന്ന് പാർക്കിംഗ് കമ്പനി അറിയിച്ചു. എഫ് എന്നതായിരിക്കും ഇവിടുത്തെ കോഡ്. രാവിലെ 8 മുതൽ രാത്രി 10 വരെ ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടാൻ ഫീസ് നൽകണം. സാമ്പത്തിക പ്രതിസന്ധി മൂലം വീടിന് ജപ്തി ഭീഷണി നേരിടുന്ന MLA CC മുകുന്ദന്റെ ജീവചരിത്രം ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. വിശപ്പും വിവേചനവും എന്ന പേരിൽ ലാൽ കച്ചിലമാണ് ജീവചരിത്രം തയ്യാറാക്കിയത്. ദാരിദ്ര്യത്തിന്റെ എല്ലാ വേദനകളും അനുഭവിച്ച താൻ ആവേശത്തോടെയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ കണ്ടതെന്ന് CC മുകുന്ദൻ MLA മീഡിയ വണ്ണോട് പറഞ്ഞു. പൊതുപ്രവർത്തനം കീശ വീർപ്പിക്കാനുള്ള മാർഗമാവുന്ന കാലത്ത് കടങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും വാർത്തകളിൽ നിറഞ്ഞ ഒരു MLA ആണ് നാട്ടികയിലെ CC മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇപ്പോൾ പുസ്തകമായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജീവചരിത്രം പുറത്തിറങ്ങുമ്പോൾ എന്താണ് MLAക്ക് പറയാനുള്ളത്? പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാവരും ഇതുപോലെ ആവണം എന്നുള്ളതാണ്. അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനകത്ത് എഴുതിയ കഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്വയം പറഞ്ഞതല്ല, എൻ്റെ അനിയൻ പറഞ്ഞ കഥയാണ് ലാല് എഴുതി തയ്യാറാക്കി എടുക്കാൻ വന്നത്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ രംഗത്ത് ബന്ധമുള്ളത് എൻ്റെ അനിയനാണ്. കണ്ണു കാണാത്തവനാണ് അവൻ. അപ്പോൾ ഈ കഥരകത്ത് പറയുന്ന ഏറ്റവും മരണപ്രധാനമായ വിശപ്പും വിവേചനമാണ്. ആ വിവേചനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു MLA എന്ന നിലയിൽ കഥ പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. പാർട്ടിയുടെ ആശയപരമായൊരു ആശയമാണ് സോഷ്യലിസം നടപ്പാക്കുക എന്നുള്ളത്. ഏത് പാസം വായിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റം നമ്മുടെ മൊത്തം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ കഥയോടെ എല്ലാവർക്കും വായിക്കുമ്പോൾ നമുക്ക് തോന്നാൻ കഴിയുന്നത്. 2025 ഈ കേരള സർക്കാർ ഒരു പ്രഖ്യാപനം നടത്താണ്. തർക്കങ്ങളുണ്ടെങ്കിൽ പോലും നിയമമന്ത്രി ഒരു റൂൾ പ്രഖ്യാപിക്കുകയുണ്ടായി. 300 പ്രകാരമുള്ള ആക്ട് പ്രകാരം ഈ സഭയിൽ ഒരു ആശയം അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള പറയുകയും പെട്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശയം ഒരു പട്ടിണിയില്ലാത്തൊരു കേരളത്തിലൊരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ രോമങ്ങളൊക്കെ ഏറ്റു നിന്നു. അതൊരു മനസ്സിൻ്റെ ഒരു വികാരമാണ് എന്നാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. ഇനിയും ഈ പുസ്തകത്തിൻ്റെ അകത്ത് വലിയ ചരിത്രമൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചില ചരിത്രങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ലാസ്റ്റ് പേജിൽ ഇത് തുടരുമ്പോൾ പലർക്കും ചില മാനസികമായ തകരാറുകൾ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 100 പേജാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് കഥ പറയുന്നതോടൊപ്പം തന്നെ ജീവിത ചരിത്രം പോലെ പടം വരച്ചിട്ടുണ്ട്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ അവരും ഇതിനൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു പുസ്തകം തയ്യാറാക്കാൻ കഴിയുക എന്നൊരു വലിയൊരു ചരിത്രമായ ദൗത്യമാണ് ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ളത്. ലാൽ കച്ചിലമാണ് ഈ 100 പേജുള്ള ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. നാട്ടി MLA CC മൂന്നൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏകദേശം ഒരു ചെറിയ പുസ്തകമാണെങ്കിലും 2 വർഷം എടുത്തുകൊണ്ടാണ് ഇതിനെ എഴുത്ത് പൂർത്തിയാക്കിയത്. കീഴാളവർഗം ദൃശ്യത നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. മേലാളർക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കീഴാളവർഗം ഈ മാറിയ വർത്തമാന കാലഘട്ടത്തിലും ഈ കീഴാളവർഗത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളാക്കി എന്ന് അവരെ സ്വയം ബോധ്യപ്പെടുത്തുകയും അതിൽപ്പെട്ട് ഈ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ തന്നെ വീണ്ടും പഴയ കാലഘട്ടത്തിലെ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ ഒരു സംഭവം കൂടി അതിൽ വ്യക്തമായും അത്തരം കാര്യങ്ങളിൽ ഈ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം വായനക്കാർ വായിച്ച് അതിൻ്റെ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറവുകളും അല്ലെങ്കിൽ നന്മകളും എല്ലാവരും വായിച്ച് പങ്കുവെച്ച് പ്രതികരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് MLA പറയുന്നത്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. ഖത്തറിലെ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങരയുടെ 100ാമത് പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. വിജയമന്ത്രങ്ങൾ എന്ന രചനയുടെ 10ാം ഭാഗമാണ് 100ാമത് പുസ്തകം. അന്തരിച്ച സാംസ്കാരിക പ്രവർത്തകൻ K. മുഹമ്മദ് ഈസയെ കുറിച്ച് തയ്യാറാക്കിയ ഈസക്ക എന്ന വിസ്മയവും ചടങ്ങിൽ പുറത്തിറക്കി. ഡോക്ടർ സോഹൻ റോയ് പ്രകാശനം നിർവഹിച്ചു. ജാസ്മിൻ അമ്പലത്തിലകത്ത്, ഡോക്ടർ താഹിര എന്നിവർ ആദ്യപതി ഏറ്റുവാങ്ങി. ഫുജൈറ മത്സ്യമാർക്കറ്റിൽ മീൻ വെട്ടുന്ന മലയാളി യുവാവിന്റെ നോവൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. വടകര കൈനാട്ടി സ്വദേശിയായ മുഹമ്മദ് അജ്മലിന്റെ 2ാമത്തെ പുസ്തകമാണ് ഷെറിൻ എന്ന നോവൽ. പുസ്തകം ഇപ്പോൾ ഫുജൈറ എന്നാണ് എഴുതിയത്. 8 ദിവസം കൊണ്ടാണ് എഴുതിയത്. ഇതിൽ പ്രവാസമുണ്ട്, പ്രണയമുണ്ട്. അതായത് മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയാണോ ഉണ്ടാവുക അത് ഏകദേശം തുറന്ന് കാട്ടി എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ഒരു കവിതയായിരുന്നു. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അത് ക്രൈം ത്രില്ലറാണ്, ജോണർ ഷിഫ്റ്റാണ്. അതിനുശേഷം അതിൽ നിന്ന് തന്നെ ഒരു ഹൊററും കൂടി ഉണ്ടാവും. അപ്പോൾ എത്ര കാലമായി പ്രവാസം തുടങ്ങിയിട്ട്? 4 വർഷമായി. 4ാമത്തെ വർഷമാണിത്. ഇവിടെ ഫിഷ് മാർക്കറ്റിലാണ്, കട്ടിങ്ങിലാണ് ജോലി തിരക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ളൊരു പുസ്തകം എഴുതിയത്. 144 പേജുണ്ട്. 8 ദിവസം കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയത്. ഈ ജോലിക്കിടയിൽ ഈ പുസ്തകം പൂർത്തിയാക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ വന്നിട്ടുണ്ട്? ജോലി തിരക്കിൻ്റെ ഇടയിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാറില്ല. ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് എഴുതുക, ചിലപ്പോൾ ഡ്യൂട്ടി ലീവ് എടുത്തിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ സാഹചര്യങ്ങൾ നമ്മളാക്കി എടുക്കുകയാണ്. എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് എഴുതി പൂർത്തിയാക്കി എന്നുള്ളതാണ്. തൃശൂർ ചേറ്റുവ സ്വദേശി സബീഖ ഫൈസലിന്റെ 2 പുസ്തകങ്ങൾ ഷാർജ പുസ്തകമേളയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദൈവനാമങ്ങളെ കവിതകളാക്കി പരിചയപ്പെടുത്തുന്ന മിഷ്കാത്ത്, പ്രണയക്കനികൾ എന്നിവയാണ് രചനകൾ. എൻ്റെ പേര് സബീഖ ഫൈസൽ. തൃശ്ശൂർ ചേറ്റുവ തേജവയിലാണ് വീട്. 2 പുസ്തകങ്ങളുണ്ട് ഇത്തവണ. ഒന്ന് അസ്മാഉൽ ഹുസ്ന കവിതകളാണ്, ഒന്ന് പ്രണയ കവിതകളുമാണ്. ഒന്ന് ഭക്തിയും ഒന്ന് പ്രണയവും. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 99 നാമങ്ങളാണ്. 99 നാമങ്ങളെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ, ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരിലേക്കും എത്തപ്പെടുക എന്നുള്ള ഒരാഗ്രഹവുമായിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നത്. പ്രണയക്കനികൾ ജീവിതത്തിൽ ഏറ്റവും മധുരമുള്ള ഒരു സംഭവം പ്രണയം തന്നെയാണ്. അത് ഏറെ കയ്പുള്ളതും പ്രണയം തന്നെയാണ്. അപ്പോൾ അതൊരു കനി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പേരിട്ടത്. അതിൻ്റെ ചവർപ്പും മധുരവും ഒക്കെ കൂടിയുള്ള പ്രണയിക്കണം, പ്രണയിക്കപ്പെടണം എന്നുള്ളത് ഏതൊരാളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലോ. ഇതിപ്പോൾ എത്രാമത്തെ പുസ്തകമാണ് ഇവിടെ പുറത്തിറക്കിയത്? ഇത് 5ാമത്തെ പുസ്തകമാണ്. ഇന്ന് ഇതിൻ്റെ പ്രണയക്കനികളുടെ പ്രകാശനമായിരുന്നു. ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ ടീമുകളുടെ ഗോളടിമേളം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 250 ഗോളുകളാണ് താരങ്ങൾ അടിച്ചുകൂട്ടിയത്. പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന റെക്കോർഡും ഈ ടൂർണമെന്റിന്റെ പേരിലായി. 9
ദിവസങ്ങളിലായി നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിൽ ആകെ 72 മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഇതിലാണ് കുട്ടിത്താരങ്ങൾ 250 ഗോളുകൾ അടിച്ചുകൂട്ടിയത്. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന മത്സരവും ഇത്തവണ നടന്നു. മൊറോക്കോ ന്യൂ കാലിഡോണിയ പോരാട്ടം 16 ഗോളിനാണ് മൊറോക്കോ ദക്ഷിണ പസഫിക്കിലെ കുഞ്ഞു രാഷ്ട്രത്തെ കശാപ്പ് ചെയ്തത്. ആരാധകരുടെ ആഘോഷപൂർവ്വമുള്ള പങ്കാളിത്തവും പ്രാഥമിക ഘട്ടത്തെ സവിശേഷമാക്കി. കളി നടക്കുന്ന ആസ്പെയർ സോണിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ഒഴുകിയെത്തിയത് 52,657 ആരാധകരാണ്. ഫാൻ സോണിൽ നടന്ന സാംസ്കാരിക കലാപ്രകടനങ്ങൾ കാണികൾക്ക് വിരുന്നായി. 32 ടീമുകൾ നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടി. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയും 4 തവണ ജേതാക്കളായ ബ്രസീലും കരുത്തരായ അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട് ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ കൊമ്പുകോർക്കും. അരങ്ങേറ്റക്കാരായ അയർലൻഡ്, യുഗാണ്ട, സാംബിയ ടീമുകളും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. അറബ് ലോകത്തു നിന്ന് മൊറോക്കോ, ടുണീഷ്യ, ഈജിപ്ത് രാഷ്ട്രങ്ങളും യോഗ്യത നേടിയിട്ടുണ്ട്. മീഡിയ 1 ദോഹ. മങ്കി പോക്സിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം ബുള്ളറ്റിൻ പുറത്തിറക്കി. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടാനും മന്ത്രാലയം പറയുന്നുണ്ട്. മങ്കി പോക്സിനെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയം ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. രോഗപ്രതിരോധ തന്ത്രങ്ങൾ, ലക്ഷണങ്ങൾ തുടങ്ങിയ സമഗ്രമായ വിശദാംശങ്ങൾ ബുള്ളറ്റിനിൽ നൽകിയിട്ടുണ്ട്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക, എംപോക്സിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന വ്യക്തികളുമായി സമ്പർക്കം ഒഴിവാക്കുക, അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളിലോ പ്രതലങ്ങളിലോ സ്പർശിക്കാതിരിക്കുക എന്നിവയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ. മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടാനും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ സ്വയം ഐസൊലേറ്റ് ചെയ്യാനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം മങ്കി പോക്സിന്റെ ഇൻക്യുബേഷൻ കാലയളവ് 6 മുതൽ 13 ദിവസം വരെയാണ്. എന്നാൽ ചില സമയത്ത് ഇത് 5 മുതൽ 21 ദിവസം വരെയാകാം. 2 മുതൽ 4 ആഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട്. മരണനിരക്ക് പൊതുവെ കുറവാണ്. ഒമാനിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ പകർച്ചവ്യാധികൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ സ്കൂൾ ക്ലാസുകൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാൻ അനുമതി. സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അനുവാദം നൽകി. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ വിഷയമാകുന്ന സാഹചര്യങ്ങളിലും ഈ പഠനരീതി മാറ്റുന്നതിനുമേൽ അനുമതിക്കായി കാത്തിരിക്കേണ്ടതില്ല. പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സ്കൂളുകൾക്ക് പഠനരീതിയിൽ മാറ്റം വരുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. അസുഖം വ്യാപിക്കുന്ന പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് പഠനം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാം. ഇത് സംബന്ധിച്ച തീരുമാനം അതത് സ്കൂൾ പ്രിൻസിപ്പലിന് എടുക്കാമെന്നും മന്ത്രാലയം വിശദീകരിച്ചു. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷാ വിഷയമാകുന്ന സാഹചര്യങ്ങളിലും ഇതേ രീതി സ്വീകരിക്കാൻ സ്കൂളുകൾക്ക് അനുമതിയുണ്ടാകും. കനത്ത മഴ, മണൽക്കാറ്റ്, വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യങ്ങളിൽ വേഗത്തിലും സ്വതന്ത്രമായും പ്രവർത്തിക്കാൻ സ്കൂളുകൾക്ക് സാധിക്കും. മുകളിൽ നിന്നുള്ള അനുമതിക്കായി കാത്തുനിൽക്കേണ്ടതില്ലെന്നും മന്ത്രാലയം വിശദീകരിച്ചു. ഇവ പ്രതിരോധ നടപടികളുടെ ഭാഗമാണെന്നും സ്കൂൾ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. യുഎഇയുടെ ദേശീയ റെയിൽവേ പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന് ദുബൈ വേൾഡ് സെന്ററിലെ പുതിയ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്റ്റോപ്പ് അനുവദിച്ചേക്കും. യാത്രക്കാർക്ക് ട്രെയിൻ സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ സാധ്യതയുണ്ട്. ദുബൈ എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫ്തിസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇത്തിഹാദ് റെയിൽ 2026 പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കുവൈത്ത് പ്രവേശന വിസ വിതരണം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതാണെന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അസബ. കുവൈത്ത് വിസയും വിസിറ്റ് കുവൈറ്റ് പ്ലാറ്റ്ഫോമുകളും സംയോജിപ്പിച്ചതോടെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് നിയമനിർമ്മാണവും സുരക്ഷാ സംവിധാനങ്ങളും വേഗത്തിൽ വികസിക്കുകയാണെന്നും പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും ഇതിന്റെ ഗുണം ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദിയിൽ നാളെ മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥന നടക്കും. സൂര്യോദയത്തിന് 15 മിനിറ്റിന് ശേഷം നമസ്കാരം നിർവഹിക്കാനാണ് നിർദ്ദേശം. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. രാജ്യത്തുടനീളം മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥനയായിരിക്കും നടക്കുക. സൂര്യോദയത്തിന് 15 മിനിറ്റിന് ശേഷം നമസ്കാരം നിർവഹിക്കാനാണ് നിർദ്ദേശം. ഉമ്മുൽ ഖുറ കലണ്ടർ പ്രകാരമാണ് സമയം നിശ്ചയിച്ചത്.
പ്രവാചകന്റെ സുന്നത്ത് പിന്തുടരുന്നതിന്റെ ഭാഗം കൂടിയാണ് തീരുമാനം. പ്രത്യേക പ്രാർത്ഥനയ്ക്കായുള്ള നിർദ്ദേശം ഇസ്ലാമിക കാര്യ മന്ത്രാലയം മുഴുവൻ ഗവർണറേറ്റുകളിലുമുള്ള മസ്ജിദുകളിൽ അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികളെ സ്വീകരിക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നാളെ ഖത്തറിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടക്കും. പള്ളികളിലും മൈതാനങ്ങളിലുമായി രാവിലെ 6:04 രാജ്യത്തെ 124 കേന്ദ്രങ്ങളിൽ നമസ്കാരം നടക്കും. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനി സുലൈലിലെ മൈതാനത്ത് നമസ്കാരം നിർവഹിക്കും. രാജ്യത്തെ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് അമീർ ആഹ്വാനം ചെയ്തു. നമസ്കാരം നടക്കുന്ന പള്ളികളുടെയും മൈതാനങ്ങളുടെയും വിവരങ്ങൾ ഔഖാഫ് ഇസ്ലാമിക മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് പത്തേമാരിയിൽ സൗദിയിലെത്തിയതാണ് മലപ്പുറം പനങ്ങാങ്കര സ്വദേശി കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞൂട്ടി. ഹജ്ജ് വിസയിലെത്തി പിന്നീട് പ്രവാസിയായി മാറിയ കുഞ്ഞൂട്ടിക്ക് ഇപ്പോൾ 7 വർഷമായി നാട്ടിൽ പോയിട്ട്. പ്രായം 65 പിന്നിട്ട അദ്ദേഹത്തോട് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ നിർവികാരമായ മൗനം മാത്രമാണ് മറുപടി. ഏറെ ആഗ്രഹിച്ചും ആശിച്ചും തിരഞ്ഞെടുക്കുന്ന പ്രവാസത്തിൽ തിരിച്ചുപോക്കാണ് പലർക്കും പ്രതിസന്ധികൾ സൃഷ്ടിക്കാറ്. മരീചിക പോലെയാണ് പലരുടെയും തിരിച്ചുപോക്ക് സ്വപ്നങ്ങൾ ഒടുവിൽ സംഭവിക്കുന്നത്. 48 വർഷം മുമ്പ് പത്തേമാരിയിൽ പ്രവാസം തേടിയെത്തിയ കുഞ്ഞുമുഹമ്മദ് കാക്കയുടെ ജീവിത വഴികളാണ് നാം പറയുന്നത്. അണിയുന്നത് പോലെ എളുപ്പം അഴിച്ചുവെക്കാൻ കഴിയുന്ന വേഷമല്ല പ്രവാസമെന്ന സത്യത്തിന് അടിവരയിടുന്നതാണ് കുഞ്ഞൂട്ടിക്കയുടെ പുറവാസം. സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ ജീവിതം. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും അതിന് എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അന്ന് ബോംബെന്ന് നൂർജഹാൻ എന്ന് പറഞ്ഞൊരു കപ്പലിന് 9-10 ദിവസം ബോംബെന്ന് അവിടെ ജിദ്ദിയിലെത്തി. അവിടുന്ന് ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് മക്കത്തും അവിടെയും ഇവിടെയൊക്കെ പോയി. പിന്നെ തിരിച്ച് ജിദ്ദി തന്നെ വരും. 1200 റിയാൽ കൊടുത്തൊരു വിസ മേടിച്ചു വരും. ഇവിടുത്തെ ഒരു വലിയൊരു അമീറും കുടുംബത്തിൽ നിന്ന് ആൾക്കാർക്കൊക്കെ വിസ കച്ചവടമുള്ള അതിൽ. പിൽക്കാലത്ത് ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമായി ഉന്നതങ്ങൾ കീഴടക്കിയ പലരും ഒരു കാലത്ത് ഇദ്ദേഹത്തിന്റെ സഹയാത്രികരായിരുന്നു. വലിയ പ്രഗത്ഭന്മാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാഷ്ട്രീയത്തിലുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അല്ലാത്തവരും ഇന്നത്തെ വലിയ മുതലാളിമാരും ഒക്കെ കുറേ ആൾക്കാരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ കലക്ടറേറ്റിലൊക്കെ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഒരു മുഹമ്മദ് കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറെ പേരിലെന്ന് പറഞ്ഞിരുന്നത് വലിയ ലെവലിലുള്ള ആൾക്കാർ. അതൊന്നും പറയാതിരിക്കുക നല്ലത്. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുത്ത വഴി കൂടി പോയി ഒരു വലിയ ആൾക്കാരായി. നമ്മൾ പഴയ അതിലും അങ്ങനെ നിന്നു. 11 കുടുംബത്തിലെ 4-മൻ. പെർഫ്യൂം കച്ചവടമാണ് ജോലിയെങ്കിലും ജീവിതാനുഭവങ്ങൾക്ക് സുഗന്ധം കുറവാണ്. വീട്ടിൽ ഞങ്ങൾ പിന്നെ 11 മക്കളുണ്ട്. 5 പെണ്ണും 6 ആണും. അതിലിപ്പോൾ 2 ആണുകൾ എൻ്റെ മേപ്പെട്ടുള്ള 2 ആൾ മരിച്ചുപോയി. ഉമ്മയും മരിച്ചു, വാപ്പുണ്ടായിരുന്നില്ല. കുറേ കൃഷി അതും ഇതൊക്കെ സ്വത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠപ്പോൾ മരിച്ച ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അനുജന്മാർ ഒക്കെ ഇവിടെ വന്നത് തന്നെയാണ്. 4 മക്കളെയും പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കി. മകളുടെ വിവാഹം കൂടി കഴിയാനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. അവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. BRK എഞ്ചിനീയറാണ്, ആർക്കിടെക്ട് എഞ്ചിനീയറാണ്, നാട്ടിലാണ്. 3-മത്തെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായത്. ഓന് ഇപ്പോൾ UK ഓനും എൻ്റെ ഭാര്യ UK ഇതൊക്കെ ഇവിടെ ഇടയ്ക്ക് വന്നിക്കണ്. എല്ലാവരും ഇവിടെ വന്നിക്കണ്. പരപ്രാവശ്യം ഇവിടെ വന്നിക്കണ് മക്കളൊക്കെ. ഒഴിവ് വേള വായനക്കും പഠനത്തിനുമായി മാറ്റിവെക്കും. ആദ്യം പേപ്പറുകൾ നമ്മൾ വായിക്കും. അങ്ങനെ വായിച്ച് പിന്നെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അതും വായിച്ചും കൊണ്ടിരുന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പേപ്പറുകൾ ഇപ്പോൾ പേപ്പറൊന്നും ഇന്നല്ല ഇവിടെ ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ ഒന്നും കിട്ടലില്ല, പുസ്തകങ്ങളും കിട്ടലില്ല. അങ്ങനെ വായിക്കും. അത് നാട്ടിൽ നിന്ന് തന്നെ ശീലിച്ചാണ്. പുതുതലമുറയിലെ ബിസിനസ്സുകാർക്ക് വഴികാട്ടിയായും കാരണവരായും കൂടെയുണ്ട്. വിപണിയുടെ സ്പന്ദനങ്ങളറിഞ്ഞ് ബിസിനസ് ചെയ്യാൻ പഠിക്കണമെന്നതാണ് കുഞ്ഞൂട്ടിക്കയുടെ തിയറി. പിന്നെ നമ്മളെടുത്ത് ഇവിടെ വന്നിട്ട് ഷോപ്പിൽ വന്നിരുന്നിട്ട് നമ്മൾ പഴയ കാലത്തും പുതിയ കാലത്തും കഥകളും വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ആൾ നല്ലൊരു വായനാശീലമുള്ള ആളാണ്. പുസ്തകങ്ങൾ കുറേ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വായിക്കും. അയാളുടെ അടുത്ത് ഞാൻ വാങ്ങിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും ഞാൻ ഇപ്പോൾ വരുന്ന മിനിഞ്ഞാന്ന് തിരിച്ചെത്തിയുള്ളൂ. ഞാനിപ്പോൾ 2-3 പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കത് അതിൻ്റെ പറയും. പുള്ളി അത് വായിച്ചിട്ട് തിരിച്ചു വരും. കുഞ്ഞഹമ്മദ് ഖാൻ്റെ ജീവിതം ഒരു 40-50 വർഷത്തിനിടയിൽ പ്രവാസിയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ പ്രവാസത്തോടുള്ള കാഴ്ചപ്പാടുകളും നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ കൂട്ടിക്കഴിച്ചുകൊണ്ടുള്ള ഒരു അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്.
അതുപോലെ തന്നെ ഒരു ദിവസം 2-3 പ്രാവശ്യം അങ്ങനെ ഇവിടെ വരും. നമ്മളത് ഇവയെ കണ്ടിട്ടില്ലെങ്കിൽ ഷോപ്പ് അടച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും എവിടെയാണ് പോയത് എന്താണെന്നുള്ള അങ്ങനത്തെ പല ഇതുമായിട്ടുള്ളൊരു സൗഹൃദമുള്ള ആളാണ്. നമ്മളെന്ത് സംശയം ഉണ്ടെങ്കിലും ബിസിനസ്സിനെ പറ്റിയിട്ടും മാർക്കറ്റിനെ പറ്റിയിട്ടും ഒക്കെ മൂപ്പര് ഒരുപാട് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. ആദ്യ 7 വർഷം വ്യത്യസ്ത മേഖലകൾ പരീക്ഷിച്ചെങ്കിലും വിജയിച്ചില്ല. ഇപ്പോൾ 41 വർഷമായി ഒരേ കമ്പനിയിലാണ് ജോലി. വാഹനം നിറയെ പെർഫ്യൂമുമായി രാവിലെ ഇറങ്ങും. വിതരണവും വിൽപ്പനയും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നേരം ഇരുട്ടും. കൂടെയുണ്ടായിരുന്നവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റു പലരുമാകട്ടെ വാർദ്ധക്യത്തിന്റെ അവശതയിലും. വിസ വരിച്ച് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടൊക്കെ പോന്നിരിക്കുന്നത്. ആ ഒപ്പം പോകുന്നവർ കുറേ ആൾ മരിച്ചുപോയി. കുറേ ആൾക്കാർ ഇപ്പോൾ വയസ്സന്മാരായിട്ട് വടിയും കുത്തി നടക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഈ കാര്യം വടിയും കുത്തി നടക്കാത്തതും വലിയൊരു അസുഖമില്ലാതെ നടക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു കൃത്യനിഷ്ഠയായിട്ടൊക്കെ നടക്കും. പിന്നെ ഞാൻ രാവിലെ നീച്ചും കുറച്ച് നടക്കും. കുറേ കാലങ്ങളായിട്ട് അങ്ങനെയൊക്കെയുള്ള പോക്ക്. 2 തവണ വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടതായിരുന്നു കുഞ്ഞൂട്ടിക്കയും. ഉണ്ടായിരുന്ന ഡ്രൈവർ ഓൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ നല്ല സ്പീഡിൽ വേറെ വണ്ടിയൊന്നും വരാത്ത റോഡുമാണ്, പുതിയ റോഡാണ്. എത്തിയേക്കിനെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഓൻ പറഞ്ഞു രക്ഷപ്പെടൂല എന്ന് പറച്ചിലും അടിച്ചലും 2 അടിച്ചു. ഈ ഒട്ടകം ഒരു മല വന്ന് വീണ മാതിരിയല്ലേ, വണ്ടിയും കൂടി ചാടി കയറി കുത്തി മറിഞ്ഞ് പിന്നെയും മറിഞ്ഞ് അങ്ങനെ മരുഭൂമിക്ക് പോയി. അവിടെ 2-3 വണ്ടിക്കാരൊക്കെ വന്നിരിക്കുന്നു. ഒരു വണ്ടിക്കാർ വന്ന് കുവൈറ്റികളാണ്, കുവൈറ്റിക്കുള്ള ഷോട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസുകാർ ഹോസ്പിറ്റലിൽ വിളിച്ചു. ഞാനാണ് ഫസ്റ്റ് പോയത്. പ്രവാസം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഇതാണ് മറുപടി. തിരിച്ചു പോകണം തന്നെയാണ്. തിരിച്ചു പോകണം. ഇനി ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ട് ഇവിടെ നിന്നും നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ടൊന്നും നമുക്കൊരു പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാവും എന്ന് എഴുതിയിട്ട് നിൽക്കുന്നത് എന്നല്ലാതെ ആരൊന്നും തരൂല്ല. നമുക്ക് ആ കിട്ടുന്നതായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകാമെന്നല്ലാതെ അതിനിപ്പോൾ ശേഷിച്ച് എത്ര കാലം കഴിയാണ്ടാവും അതൊന്നും ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യണില്ല. പത്രാസിന്റെയും പകിട്ടിന്റെയും അടയാളം മാത്രമല്ല പ്രവാസം, മറിച്ച് ഉള്ളുലക്കുന്ന നോവുകളുടെയും പ്രയാസങ്ങളുടെയും ഇടം കൂടിയാണ് പ്രവാസമെന്ന് തെളിയിക്കുന്നതാണ് കുഞ്ഞു മുഹമ്മദ് കയുടെ ജീവിതം. ക്യാമറ പേഴ്സൺ ബിജു പൂതക്കുളത്തിനൊപ്പം നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ ഹായിലിൽ സിറ്റി ഫ്ലവർ ഗ്രൂപ്പിന്റെ കീഴിൽ ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് സെന്ററിന് തുടക്കമായി. F9 ഫിറ്റ്നസ് സെന്റർ എന്ന പേരിലാണ് തുടക്കം. ബുൽജൽ ഹായിലാണ് സ്ഥാപനം. ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാധാന്യം നൽകി F9 ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഹായിൽ ബുൽജ് അൽ ഹായിലിന് സമീപമാണ് ആധുനിക സൗകര്യങ്ങളോടെ ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വ്യവസായിയും പൗരപ്രമുഖനുമായ സമർ അലിയാൻ അൽ ബറാഖ്, സിറ്റി ഫ്ലവർ അസിസ്റ്റന്റ് HR മാനേജർ സാലെ അബ്ദുള്ള, സിറ്റി ഫ്ലവർ സൂപ്പർവൈസർ ഫഹദ് ബിൻ സൗദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സിറ്റി ഫ്ലവർ പ്രതിനിധികളായ നൌഷാദ്, അഷ്കർ, F9 മാനേജർ മജീദ് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. 2 നിലകളിലാണ് ജിം പ്രവർത്തിക്കുക. ആധുനിക ജിം ഉപകരണങ്ങൾ, പരിചയസമ്പന്നരായ പരിശീലകർ, എയറോബിക് എക്സസൈസ്, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ, ഡയറ്റ് കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറും ലഭ്യമാണ്. മീഡിയ 1, റിയാദ്. ബഹ്റൈനിലെ അനധികൃത തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 52 പ്രവാസികളെ ബഹ്റൈനിൽ നിന്ന് നാടുകടത്തി. വിസ, താമസ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയവരെയാണ് നാടുകടത്തിയത്. നിയമലംഘകർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായി UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ കൂടിക്കാഴ്ച നടത്തി. ന്യൂയോർക്കിൽ നടന്ന യോഗത്തിൽ ഷെയ്ഖ് അബ്ദുള്ളയും ബെസന്റും UAEയും US-ഉം തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ അവലോകനം ചെയ്തു. ധനകാര്യം, സാമ്പത്തികാവസ്ഥ, വ്യാപാരം എന്നീ മേഖലകളിലെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും യോഗത്തിൽ നടന്നു. യോഗത്തിൽ സഹമന്ത്രി സയ്യിദ് അൽ അജീരിയും അമേരിക്കയിലെ UAE അംബാസിഡർ യൂസഫ് അൽ ഉദൈബയും പങ്കെടുത്തു. ബഹ്റൈനിലെ നിലവിലെ വാടക നിയമത്തിൽ ഭേദഗതികൾ വരുത്താനുള്ള പാർലമെന്റ് നിർദ്ദേശം ഷൂറ കൗൺസിൽ യോഗം തള്ളി. നിലവിലെ നിയമം പ്രസക്തമായ എല്ലാ നടപടികളെയും വീട്ടുടമകൾക്കും വാടകക്കാർക്കും മതിയായ സംരക്ഷണം നൽകുന്നുണ്ടെന്നും അതിനാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും ഷൂറ കൗൺസിൽ വ്യക്തമാക്കി. സൂര്യപ്രകാശത്തിൽ വെള്ളക്കുപ്പികൾ സൂക്ഷിക്കരുതെന്ന നിർദ്ദേശവുമായി കുവൈറ്റ് കൺസ്യൂമർ യൂണിയൻ. സഹകരണ സ്ഥാപനങ്ങളിലും കടകളിലും വാട്ടർ കാർട്ടണുകൾ
നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ സൂക്ഷിക്കുന്ന പ്രവണതയ്ക്കെതിരെയാണ് യൂണിയൻ മുന്നറിയിപ്പ് നൽകിയത്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെയും ഉപഭോക്തൃ സുരക്ഷയെയും ബാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് നിർദ്ദേശം. സൗദിയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് റിയാദിൽ തുടക്കമായി. GS പ്രദീപ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടകനായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുക. റിയാദ് കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. 25 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികളായിരിക്കും സംഘടിപ്പിക്കുക. GS പ്രദീപ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായുള്ള കേളി അറേബ്യൻ ബ്രെയിൻ ബാറ്റിൽ, മാധ്യമ സെമിനാർ തുടങ്ങി നിരവധി പരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. സുരേഷ് കണ്ണപുരം, സുനിൽകുമാർ, ഷാജി റസാഖ്, KPM സാദിഖ്, ഷിഹാബ് കൊട്ടുകാട്, വിവിധ സംഘടനാ പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, സ്പോൺസർമാർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1 റിയാദ്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്തിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറെ നിയമിച്ചുള്ള അധികാരപത്രം കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചു. പുതിയ അംബാസിഡർ പരമിത തൃപ്തി വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിക്ക് അധികാരപത്രം സമർപ്പിച്ചു. നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റാമ്പ് ശേഖരം പുറത്തിറക്കി. ഖത്തർ മ്യൂസിയംസും ഖത്തർ പോസ്റ്റൽ സർവീസ് കമ്പനിയും ചേർന്നാണ് സ്റ്റാമ്പുകൾ പ്രകാശിപ്പിച്ചത്. അബുദാബിയിലെ അൽദഫ്ര മേഖലയിലെ ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഡിസംബർ 12 മുതൽ ജനുവരി 3 വരെ ലിവ മരുഭൂമിയിലാണ് ഫെസ്റ്റിവൽ നടക്കുക. പ്രവേശനം സൗജന്യമാണ്. മാംസം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വാങ്ങണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി. ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിപണികളെയും കശാപ്പുശാലകളെയും നിരീക്ഷിക്കുന്നത് തുടരുന്നുണ്ടെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി. പുതിയ അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ നിർമ്മാണത്തിന്റെ പുരോഗതി കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബ വിലയിരുത്തി. പദ്ധതി സ്ഥലം നേരിട്ട് സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. അഗ്നിസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച കടകളിലും കെട്ടിടങ്ങളിലും വ്യാപക പരിശോധനയുമായി കുവൈറ്റ് ജനറൽ ഫയർഫോഴ്സ്. ബിനീത് അൽഗറിൻ നടന്ന പരിശോധനയിൽ ചട്ടം ലംഘിച്ച ചില സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ബഹ്റൈനിലെ ഈ വർഷത്തെ ക്യാമ്പിംഗ് സീസണിൽ സഖീർ പ്രദേശത്തെ വാണിജ്യേതര ടെന്റ് സെറ്റുകൾക്ക് 100 ദിനാർ ഡെപ്പോസിറ്റ് ഏർപ്പെടുത്തി. ലക്ഷ്യം ശുചിത്വം ഉറപ്പാക്കൽ.